തമിഴ്നാട് വാൽപ്പാറയ്ക്ക് സമീപം വയോധികയെ കാട്ടാനെ ആക്രമിച്ചു എന്നുള്ളതാണ് വാർത്ത. ഗുരുതരമായി പരിക്കേറ്റ അന്നലക്ഷ്മി എന്ന 67-കാരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ താമരശ്ശേരിയിൽ കാട്ടുപോത്തും മലപ്പുറം കൂരാളയിൽ കാട്ടാനയും കൃഷി നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് വാൽപ്പാറയ്ക്ക് സമീപം വയോധികയെ കാട്ടാന ആക്രമിച്ചത്. ഇടിയാർ എസ്റ്റേറ്റ് വിക്കുതിയിലെ അന്നലക്ഷ്മി എന്ന 67-കാരിക്ക് ഗുരുതര പരിക്കേറ്റു. അന്നലക്ഷ്മിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം കരുളായിൽ ഇന്ന് പുലർച്ചെ 3:30 കാട്ടാന ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിച്ചു. കരുളായി വയലിക്കൽ ചെറിയ പാലത്തിന് സമീപമുള്ള ജോസിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് നശിപ്പിച്ചത്. ദിവസങ്ങളായി ഈ ഒറ്റക്കൊമ്പൻ മേഖലയിൽ ഭീതി വിതയ്ക്കുകയാണ്. കോഴിക്കോട് താമരശ്ശേരിയിൽ ഇന്ന് രാവിലെ കാട്ടുപോത്തിറങ്ങി. 2 കാട്ടുപോത്തുകളാണ് കൃഷിയിടത്തിലെത്തിയത്. കാട്ടുപോത്തുകളുടെ ദൃശ്യം 24-ന് ലഭിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. പ്രദേശത്ത് ഭീതി വിതച്ച പുലി കഴിഞ്ഞ ദിവസമാണ് കൂട്ടിലായത്. 24 മലപ്പുറം. മലപ്പുറത്തെ കരുളായിയാണ്. അപ്പോഴേക്കും ഒരു പ്രേക്ഷകൻ അത് കണ്ടുപിടിച്ചത് പറഞ്ഞപ്പോൾ നാവൊന്ന് സ്ലിപ്പായതാണ്. മലപ്പുറത്തെ കരുളായി. പ്രത്യേകിച്ച് നമുക്കറിയാത്ത ചില സ്ഥലങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവും. അതാ ഞാൻ ഈ റിപ്പോർട്ടിങ്ങിനൊക്കെ മുന്നേ പോകുമ്പോഴും അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു നാട്ടിലെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ അവിടുത്തെ സ്ഥലപ്പേര് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ തുടക്കക്കാരായിട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട്. അത് ചിലരെ കണ്ടിട്ടുണ്ട് അല്ലേ, ഈ സ്ഥലപ്പേരുകൾ അല്ലെങ്കിൽ പേരുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുകയും ചെയ്യും, അത് പറയുകയും ചെയ്യും. അത് ഓരോരുത്തരുടെ സ്കില്ലാണ്. അനുജയുടെ കേസിലെ പല സ്ഥലപ്പേരുകള് വ്യക്തികളുടെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ഞാൻ പലപ്പോഴും റെഫർ ചെയ്യാറുള്ളത് തന്നെയാണത്. അപ്പൊ മേഘന പറഞ്ഞതനുസരിച്ച് കണ്ണൂരുകാരൊക്കെ വന്നിട്ട് ഹാജർ വെച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ഒരാൾ ചോദിക്കുന്നുണ്ട് സഹോദരൻ എന്നാണ് ഐഡിയുടെ പേര്, ഒറിജിനൽ പേരെന്താന്ന് എനിക്കറിയില്ല. മുഖ്യന്റെ ആളാണോ, മുഖ്യന്റെ ആളാണോ, ഗുലാന്റെ ആളാണെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ എന്തായാലും അല്ലെ.